ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നലെ വന്ന് നേരെ അങ്ങോട്ട് കിടന്ന് ഒന്നും അധികം കഴിച്ചില്ല, ഇവിടുന്ന് സ്നാക്സ് ഒക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെർബിയയിലെ മോർണിംഗ് ആണ്. അപ്പോൾ നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും പുട്ടും ഇതൊന്നും കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. അപ്പോൾ എന്തായാലും സെർബിയയിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. നമ്മള് ഏകദേശം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ബേക്കറിയുടെ ഫ്രണ്ടിൽ എത്താറായിട്ടു. അപ്പോൾ ഇവിടെ ഒരുപാട് ബേക്കറീസ് ഉണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ. പക്ഷേ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഈ ബേക്കറിയുടെ പേരാണ് കേട്ടോ പെക്കര ബോ. അങ്ങനെ ഉണ്ട്, വെറൈറ്റി അല്ലേ പേര്. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള പേരും ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള നല്ല ഫുഡുകൾ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരുപാട് 2-3 ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, അല്ലാത്ത ഏറ്റവും ബെസ്റ്റ് സാധനം നമുക്ക് കഴിക്കാം. അപ്പോൾ നമുക്ക് ഫൈനലി നമ്മുടെ ബേക്കറിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബേക്കറി, പെക്കര ബോ ബേക്കറി കേട്ടോ. പെക്കര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി എന്നാണ് അർത്ഥം. ബോവെന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പേര് പോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് നോക്കാം. 2-3 ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളതുണ്ട്. നമുക്ക് ഏതാണോ അവിടെ ഉള്ളത് അത് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതാണ് ബൊറാക്ക കേട്ടോ. നമ്മുടെ ഒരു കിണ്ണത്തപ്പം, നാട്ടിൽ നമ്മൾ കിണ്ണത്തപ്പമൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതേപോലത്തെ ഒരു ഷേപ്പാണ്. കാര്യം നോക്കിക്കഴിഞ്ഞാൽ കിണ്ണത്തപ്പത്തിനെ പോലെ നമുക്ക് തോന്നും, പക്ഷേ കിണ്ണത്തപ്പമല്ല. ഇതാണ് ബൊറാക്ക. അപ്പോൾ ഇവിടെ ബൊറാക്കിൻ്റെ വിലവില പട്ടികയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടത്തുള്ള എല്ലാ സംഭവത്തിനും അത് നമുക്ക് മനസ്സിലാവില്ല, സെർബിയൻ ലാംഗ്വേജിലാണ്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവർ കട്ട് ചെയ്തിട്ട് തൂക്കിയാണ് നമുക്ക് തരുന്നത്. ഇവിടെ ത്രാസ് ഉണ്ട്, ഈ ത്രാസിൽ വെച്ച് തൂക്കിയാണ് തരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 ബൊറാക്ക വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ പേരാണോ ബൊറാക്ക ബ്രേക്ക്ഫാസ്റ്റിന്റെ. അപ്പോൾ ഒരെണ്ണം ബീഫും ഒരെണ്ണം ചീസും ആണ്. അതുപോലെ തന്നെ ഇവിടെ ഇവര് കുടിക്കുന്നതെന്ന് പറഞ്ഞാൽ കോഫി ഒന്നും അല്ല, കണ്ടില്ലേ, യോഗേട്ടാണ് ഇവര് ഇതിനൊപ്പം കുടിക്കുന്നത്. അതായത് പാലും അല്ല തൈരും അല്ല, അതിന്റെ നടുക്കുള്ളൊരു സംഭവം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് സെർബിയൻ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ എന്തായാലും നമുക്ക് ബൊറോക്ക എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഇതിനെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ എന്തായാലും കഴിച്ചു നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സംഭവം നല്ല ഓയിലിയാണ് കേട്ടോ സംഭവം. ആഹാ, പൊളിതാണ്. അപ്പൊ ഇത് നല്ല ബീഫ് ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ ബീഫ് ഫ്ലേവറാണ്, കണ്ടില്ലേ. ഇത് ശരിക്കും നല്ല ഓയിലിയാണ്. ഓയിലിൽ കുക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടോ മൊത്തം ബീഫാണ്. നല്ല ബോയിൽ ചെയ്തിട്ട് നല്ല ഒരു അടിപൊളി ഐറ്റം. കഴിക്കാൻ കിട്ടുന്നൊരു ടേസ്റ്റാണ്. നല്ല വിശപ്പുള്ളതായിട്ട് അറിയില്ല.
പിന്നെ നമുക്കിനി ചീസ് നോക്കാം എങ്ങനെയാണ്. ചീസ് വന്നാലും സെയിം തന്നെ. ഉള്ളി കിട്ടുന്നില്ലല്ലോ. മറ്റേതിൻ്റെ ഉള്ളിൽ ബീഫായിരുന്നെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചീസാണ് കേട്ടോ. കണ്ടില്ലേ, വൈറ്റ് കളറിലെ സെയിം ആയിട്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. പകരം ചീസ് ഫ്ലേവർ ആക്കിയെന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ല യോഗേട്ട്. ഇതാണ് ഇവിടുത്തെ യോഗേട്ട്. അപ്പം ഇതാണ് കഴിക്കുന്നത് ഇവിടെ. അല്ലേ നല്ല ക്യൂട്ടു യോഗേട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. യോഗേട്ട് ഇങ്ങനെ കുടിക്കുക, ഇതെടുക്കുക, ആയോ എന്താ അല്ലേ. സെർബിയയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു ഐറ്റം ഉണ്ടോ ഇത് രണ്ടും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും ഇത് തന്നെയാണ് വന്ന് കഴിക്കുന്നത്. അതിലത്രയും ഒരു ഹെൽത്തി ഫുഡാണ് ഇത്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ അറിയാൻ പറ്റും. കാര്യം ബീഫും അതുപോലെ തൈരും. അപ്പോൾ നമ്മളിത് ഒരൊറ്റ ഒന്നും കഴിച്ചാൽ മതി, നമ്മളുടെ ആ ഒരു വിശപ്പ് മാറും. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് യോഗേട്ടിനെ കൂടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് ഉപയോഗിച്ചേക്കുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈദ എണ്ണ. അപ്പൊ ഈ മൈദ നമ്മൾ ആദ്യം ഈ ബീഫ് ഫസ്റ്റ് തന്നെ ബീഫുള്ള പീസോട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ മൈദ ഉള്ള പീസ് തിന്നാൻ പറ്റില്ല. അപ്പൊ രണ്ടും കൂടി കുഴച്ച് അടിക്കണം. മനസ്സിലായ ഇങ്ങനെ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിച്ചാലായിക്കോളും ബെറ്റർ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ളൊരു ബേക്കറിയാണ്. അപ്പൊ അതിന്റെ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഈ പിന്നിലൊക്കെ ഇവിടെ കാണുന്നവർ നിരത്തി വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ഫാക്ടറി ബേക്കറിയുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിൽ പുറമെ ഒരുപാട് സ്വീറ്റ്സ് കണ്ടില്ലേ ഇരിപ്പുണ്ട്. അപ്പൊ പല പല പേരിലാണ്. നമ്മുടെ അവിടുത്തെ ചെറിയ ചെറിയ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചെറിയ ചെറിയ കപ്പ് കേക്കും അതേപോലത്തെ ഐറ്റങ്ങൾ കിട്ടും. അപ്പൊ ഇതൊക്കെ ഇവിടുത്തെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേര് കാര്യങ്ങൾ നമുക്കറിയില്ല. ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൂടായിട്ടുള്ള ആളുകളും നല്ല സമീപനമൊക്കെ കസ്റ്റമറിനോട്. എന്തായാലും നല്ലൊരു ബേക്കറിയാണ്. നമുക്ക് എന്തായാലും ഇവിടുത്തെ പരിപാടികൾ കഴിയും. ഇനി നമുക്ക് സ്വീറ്റ്സും കൂടി നമുക്ക് പരിചയപ്പെടാം. ത്രിലേജ് വെരി സ്വീറ്റ് വാ ദിസ് വൺ Estanoni? Princess Prawn. Princess Prawn. Okay. Square. One. Here. Here, yes. നമ്മളിവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിക്കേണ്ട ഒരു സാധനമുണ്ടോ. ഇതും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവം. ഒരു സ്വീറ്റാണ്. ത്രില്ലേജ് എന്നാണ് ഇതിന്റെ പേര് കേട്ടോ. ഇവര് തന്നെ ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. കണ്ടില്ലേ നല്ല സ്വീറ്റാണ്. അത് മധുരമെന്ന് തന്നെ പറയാം. അതിന്റെ മുകളിലുള്ള കണ്ടില്ലേ കോട്ടിങ് ഇത് ഹണിയാണ് കേട്ടോ. ഇവിടെ തന്നെ കിട്ടുന്ന ഞാൻ കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. സംഭവം നല്ല അടിപൊളിയായിട്ടൊരു ഇതാണ് കേട്ടോ. കാര്യം കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ക്രീമും അതുപോലെ തന്നെ മുട്ടയുടെ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മധുരം. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം. ഒരു നോർമലി മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്താ പറയുക അടിപൊളി ഒരു സംഭവമായിരുന്നു. കൂടുതൽ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നതൊക്കെ അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മളൊരു വെറുപ്പിക്കാത്ത തരത്തിലുള്ള കേക്കാണ്. നല്ല അടിപൊളി ഒരു സംഭവം.
അപ്പൊ നമ്മുടെ ചേട്ടനോട് ബായ് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം, നമുക്ക് പുറത്തേക്ക് പോവാം. നോക്കി സോറൻ എന്നാണ് ആളുടെ പേര്. അപ്പൊ അതിലൂടെ വന്നെയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ട് കഴിക്കണം. സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള കട. അപ്പോൾ നമ്മള് ബേക്കറിയിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. നല്ല കൂളായിട്ടുള്ള ആളാണ് കേട്ടോ ബേക്കറിയിലെ ആള്. പക്ഷെ ആൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതാണ് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ നമുക്ക് ആളെ കൊണ്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റില്ല എന്താണ് ഏതാണെന്നുള്ളത്. ആളുടെ ഭാഷ അറിയുള്ളൂ, ചെറിയ രീതിയിൽ ഇംഗ്ലീഷ് അറിയുള്ളൂ. എന്നാലും നല്ല രീതിയിലുള്ള സൗഹൃദവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് പറ്റാവുന്ന രീതിയിൽ ആംഗ്യഭാഷയിലൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ നല്ലോണം ആൾക്കാരുണ്ടോ, നല്ല ക്രൗഡാണ് എപ്പോഴും. അതുപോലെ തന്നെ ഒരു ഏകദേശം 50 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ബേക്കറിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കി ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു കോർണറിൽ തന്നെയാണ് ഈ ബേക്കറി. അപ്പോൾ എന്തായാലും സെർബിയയിൽ വന്നു കഴിഞ്ഞാൽ വരുന്നവർ എന്തായാലും ഈ ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാതെ പോകരുത്. ഒരുപാട് സ്ഥലത്തുണ്ട്, പക്ഷേ ഇവിടത്തെയാണ് ഏറ്റവും എന്താ പറയുക ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം. നമ്മുടെ ഇപ്പോൾ അവിടെ പറയില്ലേ മസാല ദോശ എവിടെയുണ്ട്, പക്ഷെ നമ്മുടെ തങ്കപ്പൻ ചേട്ടൻ്റെ കടയിലെ അടിപൊളി സാധനം എന്ന് പറയുന്ന പോലത്തെ ഒരു കടയാണ്. അപ്പോൾ എന്തായാലും നമ്മളുടെ യാത്രകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.